നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ തക്കവണ്ണം ദൈവം എനിക്കൊരു സാവകാശം തന്നതിനെ ഞാൻ ആദ്യം ദൈവത്തിനെ സ്തുതിക്കുകയാണ്. കാരണം ദൈവസന്നിധിയിലെ പ്രാഗൽഭ്യത്തോടെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു അവസ്ഥ എനിക്കുണ്ടോ എന്ന് അറിയില്ല. കാരണം ദൈവസന്നിധിയിൽ നമ്മളൊരു വചനം പറയുമ്പോൾ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കയറി നിന്നൊരു വചനം കയ്യിലെടുക്കണമെങ്കിൽ അതിനൊരു പ്രാഗൽഭ്യം വേണം. ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ വിചാരം ദൈവം എന്നെ തെരഞ്ഞെടുത്തു എന്നാണ്. ആ രീതിയിൽ അല്ലെങ്കിൽ ആ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് വചനമായിട്ട് നിൽക്കുന്നത്. കാരണം ഇപ്പൊ നമ്മൾ നല്ല 3 മെസ്സേജ് കേട്ടു. അത്രയൊന്നും പറയാനുള്ള കഴിവ് എനിക്കില്ല. കാരണം ഞാന് പാരമ്പര്യം കൊണ്ട് വേർപാട് സഭയിലൊക്കെയാണ് ജനിച്ചു വീണത്, അല്ലെങ്കിൽ ഇത്രയും വർഷം വേർപാട് സഭയിൽ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാലും വചനം പറയാനുള്ള കഴിവും പ്രാപ്തിയൊന്നും എനിക്കില്ല. എന്നാലും ഇവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇത്രയും വർഷം ദൈവസേനയിലായിരുന്നിട്ടും ഒരു വചനം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് വചനമായിട്ട് വന്ന് നിൽക്കുന്നത്. ഇതിൽ കുറവുകളും തെറ്റുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ പിന്നീട് നിങ്ങൾ എന്നോട് സൂചിപ്പിച്ചാൽ മതി. എന്തൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് എന്നെ സൂചിപ്പിച്ചാൽ മതി. നമുക്ക് ആമുഖമായിട്ട് സങ്കീർത്തനങ്ങൾ 23:5 വായിക്കാം. ഈ വാക്യാംശം കഴിഞ്ഞ ദിവസം എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്യമാണ്. കാരണം നമുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഞാനൊരു പ്രാസംഗികം പറയുന്നത് കേട്ട്, നമ്മളോട് ഏറ്റവും അധികം ചിരിച്ച് സംസാരിച്ച് ഞാൻ നിന്റെ പക്ഷത്തുണ്ട് എന്ന് പറയുന്നവരാണ് നമ്മുടെ ശത്രുക്കള്. പക്ഷെ നമ്മളെ മൈൻഡ് ചെയ്യാതെ അത് മിനിയല്ലേ, അവളെ ഞാൻ അറിയും, അങ്ങനെയൊക്കെ നെവർ മൈൻഡായിട്ട് നമ്മളെ വിട്ട് കളയുന്നവരുണ്ടല്ലോ, അവര് നമ്മുടെ ശത്രുക്കളല്ല. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്റെ ഏത് ആവശ്യത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ഞാൻ നിന്റെ ആവശ്യങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ നിന്റെ സങ്കടം അറിയുന്നു, നിന്റെ ദുഃഖം അറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും നല്ല കൂട്ടുകാരെ എന്ന് നമ്മൾ കരുതുന്ന ചിലരുണ്ട്. അവരാണ് നമ്മുടെ ശത്രുക്കള്. അപ്പൊ എന്നെ ഒരു 4 വരി പാട്ട് ഞാൻ ആദ്യം പാടട്ടെ. നിങ്ങൾക്ക് അറിയുമെങ്കിൽ എല്ലാവരും അത് കൂടെ പാടണം. മാറാത്തവനേ മതിയായവനേ മഹോന്നതനേ സ്തുതി നിനക്ക്. മാറാത്തവനേ മതിയായവനേ മഹോന്നതനേ സ്തുതി നിനക്ക്. ഈ പാരിടത്തിൽ നിൻ പാദമതി, നിൻ സ്നേഹം മതി ഏഴകൾക്ക്. ഈ പാരിടത്തിൽ നിൻ പാദമതി, നിൻ സ്നേഹം മതി ഏഴകൾക്ക്. ഈ പാട്ട് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ഇപ്പൊ കഴിഞ്ഞ നാളുകളിലൊക്കെ വളരെ പ്രയാസത്തിലൂടെ പോയ ആ ഘട്ടത്തിലൊക്കെ എന്നെ വളരെ ആശ്വസിപ്പിക്കുകയും ചെയ്തൊരു പാട്ടാണ്. കർത്താവിന്റെ സ്നേഹം മാത്രം മതി. ഭൂമിയിലുള്ള മനുഷ്യരുടെ സ്നേഹമൊന്നും നമുക്ക് നിലനിൽക്കാത്ത സ്നേഹമാണ്. നമുക്ക് എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അപ്പൻ, അമ്മ, ഭർത്താവ്, മക്കള്, ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ വിട്ടുപോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സ്വന്തം എന്ന് കരുതിയത് പലതും നമുക്ക് ജീവിതത്തിൽ നഷ്ടമാകും. പക്ഷെ നഷ്ടമാകാത്ത ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിട്ടുപോകാത്തൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് കർത്താവിന്റെ സ്നേഹം മാത്രമാണ്. അപ്പൊ നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് മേശയൊരുക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇതല്ല. നമുക്ക് ലോകപ്രകാരം ഒരുക്കുന്ന വിരുന്നുകളെ കുറിച്ചാണ്. ബൈബിളിൽ തന്നെ 2 തരത്തിലുള്ള വിരുന്നുകൾ പറയുന്നുണ്ട്. പഴയ നിയമത്തിലെ കുറച്ച് വിരുന്നുകളെ പറ്റി പറയുന്നുണ്ട്, പുതിയ നിയമത്തിലും വിരുന്നുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പഴയ നിയമത്തിലെ 2-3 വിരുന്നുകളെ പറ്റി പറയാം. ദൈവഹിതമല്ലാത്ത വിരുന്നുകൾ, അതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം അനുവദിക്കുന്ന വിരുന്നുകളുണ്ട്, വിരുന്ന് സൽക്കാരങ്ങൾ. നമുക്ക് ലോകത്തിലെ പലതരത്തിലുള്ള വിരുന്നുകൾ നമ്മൾ വിരുന്ന് സൽക്കാരങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ബർത്ത്ഡേക്കുള്ള വിരുന്ന് നമ്മൾ ചെയ്യാറുണ്ട്, ഒരു ഹൗസ് വാമിങ് നടത്താറുണ്ട്, വെഡിങ് ആനിവേഴ്സറി നടത്താറുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ കല്യാണത്തെ സംബന്ധിച്ച് ഇപ്പൊ 2, 3, 4 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വിരുന്ന് സൽക്കാരങ്ങളാണ്. അങ്ങനെ പലതരത്തിലുള്ള വിരുന്ന് സൽക്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ലോകപ്രകാരമുള്ള വിരുന്നു സൽക്കാരം, അതിന്റെ അവസാനം, വിരുന്നു സൽക്കാരത്തിന്റെ തുടക്കത്തിൽ നമുക്ക് വളരെ സന്തോഷമാവുമെങ്കിലും അതിന്റെ അവസാനം കണ്ണുനീരും ദുഃഖവും നെടുവീർപ്പൊക്കെ ആവും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന 2-3 സൽക്കാരത്തെ കുറിച്ച്, വിരുന്നു സൽക്കാരത്തെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് നമുക്ക് മർക്കോസ് 6:21 തൊട്ടിട്ട് എടുത്താൽ മതി. ഞാൻ കാര്യം പറയാം.
അപ്പൊ അതിൽ ഈ പറയണത് ഹെരോദ രാജാവിന്റെ ജനനോത്സവത്തിൽ നടന്നൊരു സംഭവമാണ്. എന്താ അവിടെ നടന്നത്? രാജാക്കന്മാരുടെ വിരുന്ന് സൽക്കാരമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ. എത്ര ഗംഭീരമായിട്ട് നടത്താൻ പറ്റുമെങ്കിൽ അത്രയും ഗംഭീരമായിട്ടായിരിക്കും നടത്തുക. ഈ വിരുന്ന് സൽക്കാരത്തിലൊക്കെ എന്താ മെയിനായിട്ട് നടക്കണേ? ഭക്ഷണം കഴിക്കൽ മാത്രമാണോ അവിടെ നടക്കണേ? അവിടെ എന്താ? മദ്യം വിളമ്പുന്നത്. എത്രത്തോളം മദ്യം വിളമ്പുന്നോ അത്രത്തോളമാണ് അവരുടെ വിരുന്ന് സൽക്കാരത്തിന്റെ പ്രാധാന്യം കൂടുന്നത്. ഈ രാജാക്കന്മാരുടെ വിരുന്ന് സൽക്കാരത്തിലും അതാണ് ഉണ്ടായത്. ഹെരോദ രാജാവിന്റെ ജനനോത്സവത്തില് ഭയങ്കര വിരുന്ന് സൽക്കാരങ്ങൾ നടക്കുകയായിരുന്നു. അപ്പം അതില് നടക്കുമ്പോ ഹെരോദ രാജാവ് ആ വിരുന്ന് സൽക്കാരത്തിന്റെ ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ കാണാറുണ്ട് കല്യാണത്തിന് പിന്നെ ഡാൻസുകൾ അല്ലെ, പിള്ളേരുടെ. നമ്മുടെ ക്രിസ്ത്യൻ കല്യാണത്തിന് അങ്ങനെയൊന്നും പണ്ട് ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ നമ്മുടെ മഞ്ഞ കല്യാണം, പിന്നെ എൻഗേജ്മെന്റ്, പിന്നെ കല്യാണം, പിന്നെ റിസപ്ഷൻ വേറെ, അങ്ങനെയൊക്കെ നടത്തുമ്പോൾ ഇതിലെല്ലാം കാണണത് പെൺകുട്ടികള് പകുതി ശരീരം പുറത്താക്കിക്കൊണ്ടുള്ള ഡാൻസും കളികളാണ്. അത് കാണാനായിട്ട് കുറെ പേരുണ്ടാവും. അതിൽ സന്തോഷം കണ്ടെത്തുക, കല്യാണച്ചക്കനും പെണ്ണിനും പിടിച്ചു വലിച്ചു കൊടുന്ന് സ്റ്റേജിൽ നിർത്തുന്ന പിന്നെ ഡാൻസ് കളിപ്പിക്കണ രംഗങ്ങൾ, അങ്ങനെ പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ അവസാനം പല ഭാര്യനെയും ഭർത്താവിനെയും പല വേഷങ്ങൾ കെട്ടിച്ചുകൊണ്ട് അതിന്റെ അവസാനം തല്ലൂടി പിരിയണതും കല്യാണത്തിന്റെ അന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കാണും കേൾക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ജനനോത്സവത്തിലാണ് ഈ വിരുന്ന് സൽക്കാരം നടന്നത്. അപ്പൊ അതിന്റെ പേരില് അവിടെ ഹെരോദ്യയുടെ മകള്, ഹെരോദ്യ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫിലിപ്പോസ്, ഹെരോദ രാജാവിന്റെ ചേട്ടനാണ് ഫിലിപ്പോസ്. അങ്ങോരുടെ ഭാര്യയാണ്, യഥാർത്ഥത്തിലുള്ള ഭാര്യയാണ് ഹെരോദ്യ. ആ ഭാര്യയിലുള്ള മകള്, ഇപ്പോൾ ആ ഭാര്യ ഹെരോദാവിന്റെ ഭാര്യയാണ്. അപ്പൊ ഇങ്ങനെ തെറ്റുകൾ കാണുമ്പോ പിന്നെ ഷാജി മാസ്റ്റർ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ തെറ്റാണെന്ന് തോന്നണ ഒരു കാര്യം നമ്മൾ തെറ്റായിട്ട് പറയാം. അതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അവിടെ യോഹന്നാൻ സ്നാപകൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെരോദ രാജാവിനോടും ഈ ഹെരോദിയോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യണ കാര്യം ശരിയല്ലെന്ന്. ശരിയാണ് അവര് ചെയ്തത്. ചേട്ടന്റെ ഭാര്യ ഇപ്പോ അനുജന്റെ ഭാര്യയായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഈ യോഹന്നാനോട് ഭയങ്കര ദേഷ്യം വന്നു. ഈ ഹെരോദ്യ ഒരു തക്കം പാർത്ത് നോക്കിയിരിക്കുകയായിരുന്നു. ആ വചനം വായിച്ചു വരുമ്പോൾ നമുക്കതിൽ മനസ്സിലാവും. അത് മുഴുവനായിട്ട് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വായിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പൊ അതില് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല്, സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഈ ചേട്ടന്റെ ഭാര്യയുടെ മകളെ കൊണ്ട് ഒരു ഡാൻസ് അവിടെ കളിപ്പിച്ചു. ഞാനിത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇതൊക്കെ എത്രയോ തവണ ജനിച്ചപ്പോ തൊട്ട് കേട്ടിട്ടുള്ള കാര്യങ്ങളാന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മള് ഇപ്പൊ എന്നെ സംബന്ധിച്ചൊരു കാര്യം പറയട്ടെ. ഞങ്ങൾക്ക് ജോലി സമയത്ത് ട്രെയിനിങ്ങുകൾ വരും. അപ്പൊ ഒന്നുകിൽ പാലക്കാട്, മിക്കതും പാലക്കാട് അല്ലെങ്കിൽ മഞ്ചേരി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ട്രെയിനിങ്ങിൽ വരുമ്പോൾ സ്ഥിരം ഒരു കൂട്ടരുണ്ട് ട്രെയിനിങ്ങിന് പോവേയില്ല. പക്ഷെ മിക്ക ട്രെയിനുകൾക്കും എന്നെ ആയിരിക്കും തള്ളിവിടുക. അപ്പൊ ഞാൻ എത്ര പറ്റില്ല എന്ന് പറഞ്ഞാലും സാറ് അവസാനം പറയും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, മിനി പോയിട്ട് ട്രെയിനിങ്ങിന് പങ്കെടുക്കുന്നത്. അപ്പൊ സാറ് ഇത് കഴിഞ്ഞ മാസം ഈ ട്രെയിനിങ്ങിന് ഞാൻ പങ്കെടുത്തതാണ്, അത് തന്നെ വീണ്ടും ഇപ്പൊ അത് പോവാത്തൊരു പോട്ടെ എന്ന് പറയുമ്പോൾ ആരും പോവാനുണ്ടാവില്ല. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും പേര് പങ്കെടുക്കുക എന്നുള്ള ഒരു നിയമം ഉള്ളത് കൊണ്ട് എന്നെ തന്നെ തള്ളിവിടും. പക്ഷെ അവിടെ ചെന്നിട്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാനൊരു ട്രെയിനിങ്ങിനോ ഒരു മീറ്റിങ്ങിനോ എന്തിനെങ്കിലും പോയാൽ ഞാൻ സുഖമായിട്ട് കണ്ണടച്ചേ ഇരിക്കുള്ളൂ. കണ്ണടച്ചിരിക്കണത് ഉറക്കം വന്നതുകൊണ്ട് മാത്രമല്ല കേട്ടാ, എനിക്ക് BP കുറവായതുകൊണ്ട് എനിക്ക് കണ്ണ് തുറന്ന് വെളിച്ചത്തേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കണ്ണടച്ചിരിക്കും. അതിപ്പോ ഞങ്ങളുടെ ആരാധനയിലൊക്കെ അങ്ങനെ തന്നെയാണ്, കണ്ണടച്ചിരിക്കും. പാസ്റ്റർമാര് ചിലപ്പോൾ ഇങ്ങനെ കൊട്ടും, എന്തിനാണെന്നറിയോ, ഉറങ്ങുകയാണെങ്കിൽ ഉണർന്നോട്ടെ എന്ന് കരുതിയിട്ടാ. പക്ഷെ ഈ കണ്ണടച്ചിരിക്കുന്ന ഞാൻ തന്നെയായിരിക്കും വചനം വായിക്കുന്നതും. ഞാൻ കണ്ണടച്ചിരുന്നാൽ ശ്രദ്ധ ഇപ്പൊ ഈ ട്യൂബിന്റെ ചില്ലില് മുട്ടുകുത്തി നിന്നിട്ട് കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് പറഞ്ഞ പോലെ എന്റെ കോൺസെൻട്രേഷൻ കണ്ണടച്ചിരുന്നാലേ കിട്ടുള്ളൂ. അല്ലാണ്ട് ആ പ്രസംഗിക്കുന്ന ആളേനെയോ ക്ലാസ് എടുക്കുന്ന ആളേനെയോ മാത്രം അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണടയും. അപ്പൊ അതിനേക്കാൾ നല്ലത് കണ്ണടച്ച് കോൺസെൻട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കണ്ണടച്ചിട്ടിരിക്കാം. അപ്പൊ ഈ ട്രെയിനിങ്ങിന് വരുന്ന സാറുമാർക്ക് അറിയാം ഈ വയസ്സായ തള്ളാരൊക്കെ വരുന്നത് കേൾക്കാനൊന്നുമല്ല, അത് നിങ്ങൾ ഇരുന്ന് ഉറക്കം തൂങ്ങാന്ന് അവർക്കും അറിയാം. പക്ഷെ ഞാനാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം എഴുതിയെടുത്തിട്ടുണ്ടാവും. ഈ ട്രെയിനിങ് തന്നെ അടുത്ത ആഴ്ച പോകും, അപ്പോഴും ഞാനിത് എഴുതിയെടുക്കും. കാരണം ഉറക്കത്തുനിന്ന് നമുക്ക് ചിലത് കേൾക്കുമ്പോൾ തോന്നി ഇത് ആവശ്യമാണ്, ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഇത് ആവശ്യമാണ് എന്ന് കരുതിയിട്ട് അത് എഴുതിയെടുക്കും. അപ്പൊ അതിലൊരു പ്രാവശ്യം ഒരു ട്രെയിനിങ്ങിന് ഒരു സാറ് പറഞ്ഞേ, നിങ്ങള്
എന്റെ മുഖമൊക്കെ കണ്ടിട്ടൊക്കെ തന്നെയായിരിക്കും പറയുണ്ടാവുക. കാരണം കഴിഞ്ഞ ട്രെയിനിങ്ങിന് ഈ കുട്ടി തന്നെയാണല്ലോ ഉണ്ടായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആവും അവർ പറയുണ്ടാവുക. അപ്പൊ അതിലെ ഒരു സാറ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരു ട്രെയിനിങ് തന്നെ പലവട്ടം പങ്കെടുത്തു, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കാതെ അശ്രദ്ധയായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വിഷയം തന്നെ പല വ്യക്തികൾ വന്ന് പറയുമ്പം ഒരു കാര്യം അതിൽ പുതിയതുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു വരേണ്ട കാര്യം മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഹെരോദ രാജാവിന്റെ ഈ ജനനോത്സവത്തിന്റെ കാര്യം, ഞാൻ പറയാൻ പോണ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കേട്ട് തഴമ്പിച്ച കാര്യമായിരിക്കാം. പക്ഷെ ഒരു പോയിന്റെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്ന് മാറി, ഇതുവരെ കേട്ടതിൽ നിന്ന് മാറിയിട്ട് കേൾക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അപ്പൊ പിന്നെ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഈ ഡാൻസ് രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ രാജാവ് എന്ത് പറഞ്ഞു? ഈ ഡാൻസിൽ വളരെ സന്തോഷവാനായ രാജാവ് പറഞ്ഞു, നീ എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ നിനക്കത് സമ്മാനമായിട്ട് തരാന്ന്. നമ്മൾ സ്റ്റേജിലൊക്കെ വെച്ചിട്ട് ഒരു കാര്യം പറയുമ്പോൾ അത് ഇഷ്ടംപോലെ ആൾക്കാർ കേൾക്കണത്, ആ പറഞ്ഞ കാര്യം പാലിക്കണം അല്ലേ? മന്ത്രിമാരൊക്കെ പ്രസംഗിക്കണ പോലെ പറഞ്ഞൊന്ന് പോവുക, പ്രവൃത്തി വേറെ ഒന്ന് ചെയ്യരുത്. നമ്മൾ പറയണ കാര്യം അതുപോലെ തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ രാജാവ് ഈ കുട്ടിയോട് പറഞ്ഞു, നിന്റെ ഡാൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നീ എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ അതീവ ബുദ്ധിയാ. കാരണം അമ്മയുടെ ബുദ്ധി കുറച്ചൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടാവല്ലോ. അമ്മയുടെ അതിബുദ്ധി കാരണമാണല്ലോ അനിയനായ രാജാവിന്റെ ഭാര്യയായിട്ട് ഇരിക്കണേ. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, അമ്മോട് ചോദിച്ചിട്ട് പറയാന്ന്. ഇവള് വേഗം അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ചു. അപ്പൊ ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞത് എന്തായിരുന്നു? യോഹന്നാൻ സ്നാപകന്റെ തല ഒരു താലത്തിൽ എനിക്ക് തരണം എന്നാ പറഞ്ഞ. എന്തിനാ അത് പറഞ്ഞത്? എന്തായിരുന്നു അത് പറയാനുണ്ടായ കാരണം? അവളുടെയും രാജാവിന്റെയും രാജ്ഞിയുടെയും കയ്യിലുള്ള തെറ്റ് സൂചിപ്പിച്ചതായിരുന്നു ഈ ദൈവദാസൻ. ഈ ദൈവദാസൻ ആ തെറ്റ് സൂചിപ്പിച്ചത് കൊണ്ട് തക്കം കിട്ടുമ്പോ അവന് പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ഇരുന്നിരുന്നേ. തക്ക സമയത്ത് ആ പണി വന്നു, ഒരു തരം കിട്ടി. ഈ ദേവദാസനെ നശിപ്പിക്കുക എന്നുള്ള ഒരു പണി കിട്ടിയത് കൊണ്ട് ആ ദേവദാസന്റെ തല തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷെ രാജാവിനെ ആണ ഇട്ടത്, ഇത്രയും ജനങ്ങളുടെ മുൻപിൽ വെച്ച് ആണ ഇട്ടത് കൊണ്ട് രാജാവിന് അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് രാജാവ് രാജഭൃത്യന്മാരെ അയച്ചു തടവറയിൽ കിടക്കുക. തടവറയിൽ ഇട്ടതും ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടാണ്. ഇപ്പൊ അനേക ദേവദാസന്മാര് തടവറയിൽ കിടക്കുന്നത് ഈ സത്യങ്ങൾ വിളിച്ചു പറയണ കാരണം കൊണ്ടാണല്ലോ. അപ്പൊ അതുപോലെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ യോഹന്നാൻ സ്നാപകനെ തടവറയിൽ ഇട്ടെടുക്കായിരുന്നു. അവിടുന്ന് തല കൊണ്ടുവന്ന് താലത്തിലെ ബാലയ്ക്ക് കൊടുത്തു. അപ്പൊ ഈ വിരുന്നിന്റെ അവസാനം എന്തായി? എത്ര സന്തോഷത്തോടെ, എന്തുമാത്രം മഹത്വത്തോടെ, എന്തുമാത്രം പണച്ചെലവോടെ, എന്തുമാത്രം സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത്. അതിന്റെ അവസാനം എന്തുണ്ടായത്? കണ്ണുനീര് അല്ലേ? രാജാവ് അതീവ ദുഃഖിതനായി എന്നാ പറയണേ. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ അവരുടെ തല വെട്ടിയിട്ട് താലത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം. പക്ഷെ ചെയ്യാതിരിക്കാനും നിവൃത്തിയില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഗംഭീരമായ ജനന ഉത്സവം നടന്ന്, ഈ ബർത്ത്ഡേ ആഘോഷം നടന്നിട്ട് അതിന്റെ അവസാനത്തില് കണ്ണുനീരായി. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു ദൈവദാസന്റെ തലയാണ് അവിടെ താലത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ ദൈവഹിതമല്ലാത്ത പ്രോഗ്രാമായിരുന്നു അവിടെ നടന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഉത്സവം ഒരു വിരുന്ന് പറയണത് ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 5-ലെ. അവിടെ പറയണത് ബേൽഷസർ രാജാവിനെ കുറിച്ചാണ്. ബേൽഷസർ രാജാവ് എന്ത് ചെയ്തു? അവിടെ ഒരു വിരുന്ന് സൽക്കാരം നടത്തുകയാണ്. ഈ വിരുന്ന് സൽക്കാരം നടത്തുന്നത് കൽദയ രാജാവ് 1000 പേർക്കുള്ള ഒരു വിരുന്ന് സൽക്കാരമാണ് നടത്തുന്നത് കേട്ടോ. 1000 പേരെ വിളിച്ചിട്ട്. ഈ രാജാവ് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയാണ്. 1000 പേർക്ക് വലിയ മഹത്തരമായ വിരുന്നൊക്കെ അവിടെ ഒരുക്കുമ്പോൾ അവിടുത്തെ വിരുന്നിലും നടക്കുന്നത് മദ്യം മാത്രം. മദ്യം ധാരാളമായി വിളമ്പിക്കൊണ്ടിരിക്കുക. കുറേ മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോ രാജാവ് സ്വയം അങ്ങോട്ട് വലുതായി. നമ്മുടെ കുടിയന്മാർക്കും തോന്നണ ഒരു സ്വഭാവമാണ് അല്ലെ? കുടിച്ചു കഴിയുമ്പോ അവർക്ക് ആരോ ആണെന്നുള്ള ചിന്തയാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചാനലിൽ കാണുന്നില്ലേ, കഞ്ചാവോ MDMA എന്തോ അടിച്ചൊരു പയ്യൻ പോലീസുകാരുടെ മെക്കെട്ട് കയറാൻ ചെല്ലണത്. അത് തന്നെ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കണേ. അവർക്ക് അവരാരാണെന്ന് തന്നെ അറിയില്ല, ആരോടാണ് ഇടപെടണേന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം അവരുടെ അകത്ത് കിടന്ന് തിളയ്ക്കുന്നത് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർ അറിയണില്ല. ഈ മദ്യത്തിന്റെ ഒക്കെ ക്ലാസ്സിനൊക്കെ പോകുമ്പോഴേ മദ്യം കുടിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാ. ചിലവര് പറയും മദ്യം കഴിക്കുന്നത് സങ്കടം മറക്കാനാണെന്ന്. ഇതാണ്ട് കഴിച്ചു കഴിഞ്ഞ് സകല ദുഃഖം മറക്കുമെന്ന് പറയും. ചിലവര് പറയും സുഖമായിട്ടൊന്നും ഉറങ്ങാനാണെന്ന്. ചിലവര് പറയും, അപൂർവം ചിലര് പറയും ഇതങ്ങോട്ട് കുടിക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യം ഒന്ന് വർദ്ധിക്കും. അതെങ്ങനെ സൗന്ദര്യം വർദ്ധിക്കുക? കുടിയും സൗന്ദര്യം തമ്മിൽ എന്താ ബന്ധം? അല്ല ബന്ധമുണ്ടാ?
ബന്ധമുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ ഈ ഉണങ്ങി ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ ഒരു ഉഷാറില്ലാണ്ടെന്ന് ഇരിക്കാന്ന് വിചാരിക്കേ, ഒരു 2 പെഗ് അങ്ങോട്ട് അടിച്ചു നോക്കിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ അവരുടെ ഹൃദയത്തിൽ ആ സന്തോഷം ഉണ്ടല്ലോ അത് അവരുടെ മുഖത്ത് കാണും. അത് ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന ആളാണെങ്കിലും മധ്യ ഒരു തുള്ളി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇഷ്ടംപോലെ സംസാരിക്കാൻ വാക്കുകൾ ഉണ്ടായിരിക്കും. ചില വീടുകളിൽ കണ്ടുണ്ടാ, ചില വീടുകളില് ഇവര് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ഭാര്യയോട് ഭയങ്കര സ്നേഹമായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാവില്ല. രാവിലെ എണീറ്റ് പണിക്ക് പോണ്, കിട്ടിയത് എന്താണെങ്കിൽ കൊണ്ടുകൊടുത്തു. അതല്ലെങ്കിൽ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും. കണ്ടമാനം സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരും. ടൂറ് പോകേണ്ട പ്രോഗ്രാം ഫിക്സ് ചെയ്യും. ഫിക്സ് ചെയ്യലുണ്ടാവുള്ളൂ, പോക്കുണ്ടാവില്ല, ഫിക്സ് ചെയ്യും. അങ്ങനെ പല വളരെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കും. അപ്പൊ ഭാര്യമാരും എന്ത് വിചാരിക്കുന്ന അറിയാം, കുഴപ്പമില്ല 2 പെഗ് അടിച്ചാൽ ആളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാന്നിരിക്കും. ഈ 2 പെഗ് പിന്നെ 2 എന്നുള്ള 4, 6, 8, 10 ആയി വരുമാനം മുഴുവൻ പെഗിലേക്ക് പോകും. അങ്ങനത്തെ അവസ്ഥകളുണ്ട്. അപ്പൊ പല കാരണങ്ങളെ കൊണ്ടാണ് മദ്യപിക്കുന്നത്. ഇവിടെ ഈ ബേൽഷസ്സർ രാജാവ് എന്ത് വിചാരിച്ചെന്നറിയോ, സാധാരണ അരമനയിലുള്ള പാത്രങ്ങളിലൊക്കെ എടുത്ത് കുടിച്ചു കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി ഇതൊന്നും പോരാ. അവന്റെ അപ്പൻ നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണം, വെള്ളി, താമ്രം, അതിന്റെ ഒക്കെ കുറെ പാത്രങ്ങള്, ദൈവാലയത്തിലെ പാത്രങ്ങൾ കേട്ടോ, അവിടെ ശ്രദ്ധിക്കണം. ദൈവാലയത്തിലെ ഉപകരണങ്ങൾ നമുക്ക് അലക്ഷ്യമായിട്ട് തൊടാൻ പാടില്ല, നമ്മൾ ഉപയോഗിക്കരുത്. ഈ പള്ളിയിലത്തെ കാര്യം പറയണ എനിക്ക് വലിയ അറിവില്ല, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം. മധുവായ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിന്റെ അകത്തേക്ക് പുരോഹിതന്മാർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അവിടെ ഇപ്പൊ ആ മധുവായിൽ വെച്ച് ഈ പുരോഹിതന് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ആരെങ്കിലും ഓടിപ്പോയിട്ട് അതിന്റെ അകത്തേക്ക് ഓടി കയറുവോ? കേറില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കണേ. ആ, അതിവിശുദ്ധ സ്ഥലമാണ് മധുവായ, അതിവിശുദ്ധ സ്ഥലാ. അപ്പൊ അതിനാണ് അച്ഛന്മാരുടെ ഉടുപ്പിനൊരു കെട്ട് ഉണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഒരു ചരട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആ മധുവായുടെ അകത്ത് വെച്ച് സംഭവിച്ചാലേ നമ്മൾ ആ ചരട് പിടിച്ച് വലിച്ചിട്ട് വേണം അതിന്റെ അകത്ത് കയറിയ ആളിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. നമുക്ക് അവിടെ കയറാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ ദൈവീകമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്തിട്ട് ഈ ബേൽഷസ്സർ രാജാവ് കുടിച്ച് മത്തനായപ്പോ തോന്നി ഈ പാത്രങ്ങൾ എടുത്തിട്ട് അതിലും മദ്യം കഴിക്കണമെന്ന് തോന്നി. യെരുശലേമിന്ന് അപ്പന്റെ നെബൂഖദ്നേസർ രാജാവിന്റെ കാലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പാത്രങ്ങളായിരുന്നു. അപ്പൻ എങ്ങനെ നടക്കണേന്ന് ആ വചനം മുഴുവൻ വായിക്കുമ്പോൾ അറിയാം. നെബൂഖദ്നേസർ രാജാവിന്റെ ആ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് വചനം വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ആ പാത്രങ്ങൾ എടുത്തിട്ട് ഇവൻ മദ്യപിച്ചുകൊണ്ടിരിക്കുക. ഈ മദ്യപിക്കുന്ന സമയത്ത് എന്തുണ്ടായി, മദ്യപിച്ച് ലെക്ക് കെട്ടിരിക്കുന്ന സമയത്ത് ഭിത്തിയുടെ മേലെ മനുഷ്യന്റെ കൈകളെ കൊണ്ട് ഒരു എഴുത്ത് വരികയാണ്. ഈ എഴുത്ത് കണ്ടപ്പോഴേ രാജാവിന് കാര്യം പിടികിട്ടി. ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്ന് ഒരു നിമിഷം വേണമെങ്കിൽ ചിന്തിച്ചിടാം. കാരണം ഈ എഴുത്ത് അവിടെ വന്നതോടുകൂടി ആദ്യം അങ്ങയുടെ ആ രാജാവിന്റെ അരയുടെ ഏപ്പഴിഞ്ഞു എന്നാ പറയണേ. കൈക്കാലുകൾ കുഴഞ്ഞു, അരയുടെ ഏപ്പഴിഞ്ഞു. അരയുടെ ഏപ്പഴിഞ്ഞാ പിന്നെ നമ്മുടെ സ്ഥിതി എന്താവും? അരയുടെ ഏപ്പഴിഞ്ഞ എന്താ ഉണ്ടാവുക? താഴെ വീണു പോകൂലേ? അപ്പൊ നമുക്ക് നിൽക്കാൻ ബലം തന്ന ദൈവത്തെ മറന്നുകൊണ്ടാണ് അവിടെ ചെയ്തത്. മദ്യപിച്ചു, സാരില്ല കുറച്ച് മദ്യപിച്ചു, അങ്ങനെ പോട്ടെ എന്നല്ല ചിന്തിച്ചത്. അപ്പൊ വീര്യം കൂടിയിട്ട് ദൈവാലയത്തിലെ പാത്രങ്ങൾ എടുത്തു കൊണ്ടുവന്നിട്ട് മദ്യപിക്കാൻ തുടങ്ങി. അരയുടെ ഏപ്പഴിഞ്ഞു, അവന്റെ സുബോധം നഷ്ടപ്പെട്ട പോലെ ആയിട്ട് അവൻ കുഴഞ്ഞു വീഴുന്ന സന്ദർഭം വന്നപ്പോ അവൻ വേഗം മഹത്തുക്കളെ, വിദ്വാൻമാരിനൊക്കെ വിളിച്ചു. എന്താണ് ആ എഴുതിയതിന്റെ അർത്ഥം എന്ന് ചോദിക്കാനായിട്ട് അവിടെ ബേൽഷസ്സർ രാജാവിന്റെ ആ ചുറ്റുപാടുള്ള വിദ്വാൻമാരെ ഒക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരോടൊക്കെ ഇതിന്റെ അർത്ഥം ചോദിച്ചപ്പോ ആർക്കും അർത്ഥം പറയാൻ കിട്ടിയില്ല. രാജാവിനാണെങ്കിൽ പേടി കൊണ്ട് എണീക്കാനും നടക്കാനും വയ്യാത്തൊരവസ്ഥയിലായി. അപ്പോഴാണ് ഈ രാജാവിന്റെ വിഷമം കണ്ടിട്ട് രാജ്ഞി വന്നിട്ട് ചോദിക്കുക, എന്തിനാണ് തിരുമനസ് ഇങ്ങനെ വിഷമിക്കണത്? ഇതിന്റെ അർത്ഥം അറിയാനല്ലേ? അത് നമുക്ക് നിങ്ങളുടെ അപ്പന്റെ കാലത്ത് നെബൂഖദ്നേസർ രാജാവിന്റെ കാലം മുതലേ ഇതുപോലുള്ള സ്വപ്നങ്ങളുടെയും ഇതുപോലുള്ള വാക്കുകളുടെയൊക്കെ അർത്ഥം വ്യാഖ്യാനിക്കാനായിട്ട് ഒരു വിദ്വാൻ നമ്മുടെ ദേശത്തുണ്ട്. നമുക്ക് അങ്ങോരെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അർത്ഥം എന്താന്ന് പറയാന്ന് പറയും. അങ്ങനെ ആ അർത്ഥം ബോധിപ്പിക്കാനായിട്ട് ദാനിയേലിനെ കൊണ്ടുവരികയാണ്. അവിടെ കൊണ്ടുവരിക, ദാനിയേലിനല്ലേ കൊണ്ടുവന്നേ? ദാനിയേലിനെ കൊണ്ടുവന്നു. അപ്പൊ അവിടെ എഴുതിയത് എന്തായിരുന്നു? മെനെ മെനെ തെക്കേൽ ഉർഫസി എന്ന് എഴുതിയത് അവിടെ എഴുത്ത് വന്നത്. അപ്പൊ മെനെ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന്റെ അന്തം എന്താന്ന് വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് പറഞ്ഞാൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായിട്ട് നിന്നെ കണ്ടു. പെറേസ് എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർശ്യർക്കും കൊടുക്കും. അപ്പൊ എന്തായി? നമ്മളിവിടെ ഭയങ്കരമായി വിരുന്ന് കഴിച്ചപ്പോ രാജാവ് ഉടനടി അവിടെ വീണ് മരിക്കുകയും ചെയ്തു, രാജ്യത്വം നഷ്ടപ്പെട്ടു,
അവന്റെ ഭരണം നല്ലതല്ലെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. മറ്റൊരു രാജാവ് രാജാവായിട്ട് കയറി. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇരിക്കേണ്ട ഭാഗത്തിൽ ഇരുന്ന് ദൈവത്തെ മാനിച്ച് സേവിച്ചും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതെല്ലാം നഷ്ടമാവോ? അപ്പൊ രണ്ടാമത്തെ വിരുന്നിന്റെ അവസാനം മരണം സംഭവിച്ചു. ഇനിയാണ് മൂന്നാമത്തെ ഒരു വിരുന്നും കൂടെ പറയാം. മൂന്നാമത്തെ വിരുന്ന് എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ പറയുന്നുണ്ട്. അവിടെ പറയണത് അഹശ്വേരോശ് രാജാവിന്റെ ഒരു കഥയാണ്. അഹശ്വേരോശ് രാജാവ് ഇതുപോലെ വളരെ ബഹുമാന്യനും വളരെയധികം ധനവും സമ്പത്തും ഒക്കെ ഉള്ള ഒരാളാ. അങ്ങോട്ട് വിചാരിച്ചു ഇവരൊന്നും നടത്തിയ എന്താ പറയാ വിരുന്ന് പോലെയല്ല, ഞാന് 180 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്ന് നടത്തട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ 180 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ വിരുന്ന് 127 രാജ്യങ്ങളിലെ തലവന്മാരെ വിളിച്ച് 180 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു വിരുന്ന് കഴിച്ചു. 180 ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി. 180 ദിവസം പ്രശ്നം ഇല്ലാണ്ടായിരുന്നപ്പോ രാജാവിനൊരു തോന്നലേ, ഒരു 7 ദിവസം കൂടി ആഘോഷിച്ചാലോ, കാരണം ഇഷ്ടംപോലെ സ്വത്ത് മുതലൊക്കെ ഉണ്ടല്ലോ, ഒരു 7 ദിവസം കൂടി ആഘോഷിക്കാന്ന്. അങ്ങനെ രാജാവ് വീണ്ടും അനൗൺസ് ചെയ്തു, 7 ദിവസം കൂടെ നമ്മുടെ ഈ ആഘോഷം നീക്കി നിർത്തിയിരിക്കുകയാണ്. 7 ദിവസം കൂടെ നമുക്ക് ആഘോഷം, കുടിയും മദ്യം വിളമ്പലും എല്ലാം തിന്നും കുടിച്ച് നമുക്ക് ആനന്ദിച്ചിട്ട് ഒരു 7 ദിവസം കൂടി പോവാന്ന്. പക്ഷെ അവിടെ വസ്തി രാജ്ഞി, അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ വസ്തി രാജ്ഞി ഉണ്ടായിരുന്നു. 180 ദിവസം രാജ്ഞി ക്ഷമിച്ചു. 180 ദിവസം അല്ലേ, വലിയ വലിയ മഹാന്മാരൊക്കെ അല്ലേ വന്നേ, ഭർത്താവിനെ മാനക്കേടൊന്നും ഉണ്ടാക്കണ്ട, 180 ദിവസം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവള് ക്ഷമിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോ 7 ദിവസം കൂടി ആയപ്പോ ഇങ്ങോർക്കൊരു തോന്നുന്നു. അത് ഇപ്പോഴത്തെ നമ്മുടെ ലേഡീസിനുണ്ടാവും അല്ലെ, കുടുംബശ്രീ ഉണ്ടാവും, തൊഴിലുറപ്പ് ഉണ്ടാവും, പഞ്ചായത്തിൽ വേറെ പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഭർത്താവ് ഒരു വലിയ ഉത്സവം നടത്തുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും, എന്റെ ഈ കുടുംബശ്രീകാരനെയൊക്കെ വിളിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു തോന്നൽ. അതുപോലെ വസ്തിരാജ്ഞി വിചാരിച്ചു, 187 ദിവസമായില്ലേ ഭർത്താവ് ഇപ്പൊ വിരുന്ന് സൽക്കാരം നടത്തണോ, എന്നാ പിന്നെ ഇതിൽ 7 ദിവസം ഞാൻ അങ്ങോട്ട് നടത്തട്ടെ എന്ന് വിചാരിച്ചു. ഇവളൊരു 7 ദിവസം വിരുന്ന് സൽക്കാരത്തിന് അനൗൺസ് ചെയ്തു. 7 ദിവസം ഒരു ഭാഗത്ത് രാജ്ഞി വിരുന്ന് സൽക്കാരം നടത്തണം. 187 ദിവസത്തിന്റെ കണക്ക് നോക്കി ബാക്കിയുള്ള 7 ദിവസം രാജാവ് അവിടെ വിരുന്ന് സൽക്കാരം നടത്തണം. ഇതിങ്ങനെ കുടിച്ച് മത്തനായിരുന്നപ്പോഴേ രാജാവിന് ഒരു തോന്നല്, എന്റെ രാജ്യത്തിന്റെ ഇത്രയും മഹത്തുക്കളൊക്കെ ഇവിടെ വന്നിരിക്കുക, എന്റെ രാജ്ഞിയുടെ സൗന്ദര്യം ഒന്ന് അവരെ കാണിച്ചാൽ എന്താ? ചില കുടിയന്മാർക്ക് അപ്പഴാ തോന്നുകയല്ലേ, ഈ കുടിയന്മാരുടെ മധ്യത്തിൽ ഭാര്യമാരെ കൊണ്ടുപോയി അവളെ പരിചയപ്പെടുത്തലും അവളോട് സ്നേഹം കാണിക്കലും അവളെ കെട്ടിപ്പിടിക്കലും, വീട്ടിൽ തമ്മിൽ മിണ്ടിയിട്ട് നാളുകളോ വർഷങ്ങളോ ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ കുടിയന്മാരുടെ മധ്യത്തിൽ കൂടുമ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിലൊരു കാട്ടിക്കൂട്ടായങ്ങൾ. അതുപോലെ ഈ രാജാവ് ഇങ്ങനെ തീരുമാനിച്ചു, അവളേനെ ഈ മഹത്തുക്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവളുടെ സൗന്ദര്യം എൻ്റെ മറ്റു രാജാക്കന്മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അവളേനെ കൊണ്ടുവരാൻ ഈ രാജാവിന്റെ ഭൃത്യന്മാരോട് പറഞ്ഞു. 7 ആൾക്കാരെന്നെയാണ് പറഞ്ഞയച്ചെന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു, ഇവളെന്നെ ഇവിടെ കൊണ്ടുപോകാൻ, അവളുടെ സൗന്ദര്യം മറ്റുള്ളവരെ ഒന്ന് കാണിക്കണം. പക്ഷെ അവള് ആ രാജ്ഞി കുറച്ചൊരു ബുദ്ധിയൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവരെന്ത് വിചാരിച്ചു, ഇത്രയും കുടിയന്മാരുടെ മധ്യത്തിലേക്കാണോ എന്നെ കൊണ്ടുപോണേ, അപ്പൊ ഞാന് വരുന്നില്ല എന്ന് ഇവള് പറഞ്ഞു. അത് പറയാനൊരു ധൈര്യം വേണല്ലേ. വേണ്ടാത്തിടത്ത് ചെന്ന് കയറാൻ നമ്മൾ പാടില്ല. എത്ര വലിയ ആള് നമ്മളെ വിളിച്ചാൽ അത് നമുക്ക് യോഗ്യമല്ലെന്ന് നമുക്ക് തോന്നണേ നമ്മൾ അവിടെ പോവരുത്. അതിന്റെ കാര്യം സത്യം എന്താണെന്ന് പിന്നീട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സ്നേഹത്തോടെയാണെങ്കിൽ നമുക്ക് ഭർത്താവിനോട് പറയാം, ഇത്രയും ആൾക്കാർ വന്ന് എല്ലാവരും കുടിച്ച് മത്തന്മാരായിരിക്കുമ്പോൾ ഞാൻ അവിടെ വരുന്നത് ശരിയാണോ? ഇത്തിരി പാരമ്പര്യം ഇത്തിരി കഴിവും സാമർത്ഥ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കും. ഇവളും അത്രേ ചിന്തിച്ചുള്ളൂ. ഇവളും അതുപോലെ പറഞ്ഞ് ഇപ്പൊ ഞാൻ വരില്ലെന്ന്. അപ്പൊ ഇവളേനെ എങ്ങനെയെങ്കിലും ഈ രാജധാനിന്ന് മാറ്റിക്കളയണം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ഉണ്ടാവുമല്ലോ, എന്താണ് അവരുടെ സ്നേഹം, നമ്മൾ പറയാം, ഓ അവരുടെ രണ്ടാളുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാല് എന്നൊക്കെ നമ്മളും പലരോടും അസൂയപ്പെടാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ഇവർക്കും ഉണ്ടാവും ഒരു അസൂയ, ഈ രാജ്ഞിനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം. അപ്പൊ രാജാവിനോട് ഇവര് വന്നിട്ട് പറഞ്ഞു, രാജ്ഞി വരില്ലെന്നാ പറയണേന്ന്. രാജാവും അപ്പൊ ഒന്നും പറഞ്ഞില്ല കേട്ടാ. രാജാവ് ചിന്തിച്ചു, അത് ശരി, ഞാൻ വിളിച്ചപ്പോ അവള് വന്നില്ല, ഇനിയിപ്പൊ എന്താ ഞാൻ ആ കാര്യത്തിൽ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഏഷണി വെച്ച് കൊടുക്ക എല്ലാവരുടെ കൂടുതലും ആൾക്കാരുണ്ട്. അത് നമ്മുടെ സഭയ്ക്കകത്ത് പോലും ഉണ്ട്, ദൈവസന്നിധിയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ, ഏഷണി വെച്ച് കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ ഇതില് ഈ പറഞ്ഞ അയച്ച ആൾക്കാരെ കൂടി വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ എന്നാലും അത് ചെയ്തത് ശരിയല്ലല്ലോ. രാജാവ് വിളിച്ചിട്ട് രാജാവിന്റെ ഭാര്യ രാജസന്നിധിയിലേക്ക് വന്നില്ലെങ്കിലേ ഞങ്ങളുടെ ഭാര്യമാരൊക്കെ ഞങ്ങളതിനെ അനുസരിക്കുവോ? രാജാവിന്റെ കൽപ്പന അനുസരിക്കാത്ത ഭാര്യമാരുണ്ടെങ്കിൽ ഞങ്ങളുടെ കൽപ്പന ഒന്നും ഒട്ടും അനുസരിക്കില്ല. അതുകൊണ്ട് തക്കതായ ശിക്ഷ കൊടുക്കണം, അവളെ ഈ രാജധാനി അങ്ങോട്ട് പുറത്താക്കണം. വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. ഇവിടെ 187 ദിവസം ആഘോഷപരമായി തിന്നും കുടിച്ചും ആർത്തട്ടഹസിച്ചും നടക്കുമ്പോ അതിന്റെ അവസാനത്തിൽ എന്താ നടന്നത്? ഡൈവോഴ്സ് നടന്ന അവളെ രാജസന്നിധി പുറത്താക്കി അല്ലെ. പുറത്താക്കി അവള് പുറത്തു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് 187 ദിവസമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരൊക്കെ പിരിഞ്ഞു പോവാൻ തുടങ്ങി.
രാജാവ് തനിച്ചായപ്പോഴാണ് രാജാവ് ഇതിനെപ്പറ്റി ചിന്തിച്ചത്. അയ്യോ, തനിച്ചായപ്പോ ചിന്തിക്കും നമ്മളും പല കാര്യങ്ങളും അല്ലേ, നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോഴത്തെ ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുടെ ബഹുത്വം കൊണ്ടോ ഒക്കെ നമ്മൾ പല തെറ്റുകളും ചെയ്യും. നമുക്കറിയാം നമ്മൾ ആരാണെന്ന് അറിയാം, ഒരു ദൈവമകളാണ് അല്ലെങ്കിൽ ദൈവമകനാണ്, ഇത് ചെയ്യരുതാത്തതാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ അതെല്ലാം മറക്കും, ഈ ലോകത്തിന്റെ മക്കളോട് കൂടെ നമ്മൾ ചേരും. അതുപോലെ രാജാവ് അപ്പോഴത്തെ ദേഷ്യത്തിനെ അവളെ പുറത്താക്കി. പക്ഷെ അത് അവരുടെ ജീവിതത്തിൽ ഒരു ഡൈവോഴ്സിന് കാരണമായി തീർന്നു. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടായില്ല. അപ്പൊ അതിൽ പറയണ കാര്യം എന്താ? ദൈവേഷ്ടമായിരുന്നു അപ്പൊ വിരുന്ന് സൽക്കാരം. നമ്മുടെ ലോകത്തിൽ എന്തെല്ലാം സൽക്കാരങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ ദൈവമക്കളാണ്, നമ്മൾ അതിൽ പങ്കെടുക്കരുത് എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതില്ലാതെ ചെയ്യുന്ന ദൈവമക്കളാണെന്നും പറഞ്ഞ് സഭയുടെ ഉന്നത അധികാരത്തിൽ നിൽക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ മക്കള് ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ പോകണ്ടാവും. നമ്മൾ അതാണോ നോക്കേണ്ടത്? ഒരു 10 കാര്യം നല്ലത് ചെയ്യുമ്പോൾ ഒരു കാര്യം ചിലപ്പോൾ ചീത്തയുണ്ടാവും, അല്ലെങ്കിൽ 10 കാര്യം ചീത്ത ചെയ്യുമ്പോൾ ഒരു കാര്യം ചിലപ്പോൾ അതിൽ നല്ലതുണ്ടാവും. നമ്മള് ആ ചീത്തയൊക്കെ വിട്ടുകളയാ, നല്ലതിനെ തിരഞ്ഞെടുക്കാനുള്ള വിവേചന ബുദ്ധി. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമുക്ക് വിവേചന ബുദ്ധി ദൈവം തന്നിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ മനുഷ്യരും മൃഗങ്ങളും, ദൈവം ഒരിക്കൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദുഃഖിച്ചിട്ടുണ്ട്. എപ്പോഴാന്നറിയോ? എപ്പോഴാ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്? നമ്മൾ വായിക്കില്ലേ, ആദിയിൽ ദൈവം സൃഷ്ടിച്ചു, 2-ാമത്തെ ദിവസം വേറെ സൃഷ്ടിച്ചു, 3, 4, 5 ദിവസങ്ങളും എല്ലാം സൃഷ്ടികളായിരുന്നു. 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ. അതെന്തുകൊണ്ടാ? ഞാൻ വിചാരിക്കുക കേട്ടാ, എന്തുകൊണ്ടായിരിക്കും? ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ എന്തായിരുന്നേനെ? ആദ്യം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ 100 കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് ഈ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞേനെ. പക്ഷെ മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് മനുഷ്യന് എന്തെല്ലാം വേണം, ജീവിക്കുന്നതിന് ആവശ്യമായി എന്തെല്ലാം വേണം? വെള്ളം വേണം, ആകാശവും ഭൂമിയും തരംതിരിക്കണം, മൃഗങ്ങളെ അറുത്തു തിന്നാനായിട്ട് അത് വേണം, മത്സ്യം വേണം, പച്ചക്കറികൾ വേണം, ഫ്രൂട്ട്സ് വേണം. നമുക്ക് എന്തെല്ലാം ജീവിക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ വേണോ അതെല്ലാം ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മൾ പറയണില്ലേ, ലോകത്തില് നമ്മളെ ജനിക്കുന്നതിന് മുൻപേ, നമ്മൾ ഉരുവാക്കുന്നതിന് മുൻപേ, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മളെ കുറിച്ച് ദൈവം കണ്ടു എന്ന് പറയണത് വെറുതെ അല്ല. ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സകല കാര്യങ്ങളും ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നീട് ദൈവം അതിൽ ദുഃഖിച്ചു എന്നും പറയുന്നുണ്ട് കേട്ടോ. വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അത് അവന്റെ പ്രവൃത്തി കൊണ്ട്. അപ്പൊ ദൈവം ഒരിക്കലും നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവം ദുഃഖിക്കാൻ ഇടവരുത്തരുത്. അപ്പൊ നമ്മളിപ്പോ ഈ രാജാക്കന്മാരുടെ ജനനോത്സവവും വിരുന്ന് സൽക്കാരം ഒക്കെ നമ്മൾ കണ്ടത് പഴയ നിയമത്തില്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അവിടെ ഇതുപോലെ കുറെ വിരുന്ന് സൽക്കാരങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ മുതലേ കേട്ടു തുടങ്ങിയ ഒരു കാര്യമാണ് കാനാവിലെ കല്യാണത്തിന്റെ കാര്യം അല്ലെ. അത് യോഹന്നാൻ 2:1, 2 അധ്യായത്തിലെ 1-ാം വാക്യത്തില് കാനാവിലെ കല്യാണത്തിന്റെ കാര്യം പറയുന്നുണ്ട്. എന്താ ഈ കാനാവിലെ കല്യാണത്തിന് ഇത്ര പ്രത്യേകത? ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കേട്ടപ്പോഴേ, ഈ കാനാവിലെ കല്യാണം ആരുടെയൊന്നും അവിടെ പറയണില്ല. ആൺകുട്ടിയുടെ ആണോ പെൺകുട്ടിയുടെ ആണോ ആരുടെയാണെന്നൊന്നും പറയണില്ല, കാനാവിലെ കല്യാണം എന്ന് മാത്രമേ പറയണുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് കേട്ടു, അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ കേട്ടൊരു മെസ്സേജില് അവിടെ പറയുന്നുണ്ട് യോഹന്നാന്റെ കല്യാണമായിരുന്നു എന്ന് അവിടെ നടന്നത്. കാരണം അതിന് ഉദാഹരണം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, യേശുവിന്റെ അമ്മ അവിടെ മുഖ്യ ആളായിരുന്നു. സാധാരണ ഇപ്പൊ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കലവറയിലത്തെ കാര്യം, പിന്നെ അവിടുത്തെ ഓൾ ഇൻ ഓൾ കാര്യങ്ങൾ നോക്കുക ആണുങ്ങളായിരിക്കും അല്ലെ. എത്ര പണക്കാരാണെങ്കിലും എത്ര പ്രശസ്തിയുള്ളവരാണെങ്കിലും പെണ്ണുങ്ങൾക്ക് അവിടെ വലിയ പ്രാധാന്യമില്ല. നമ്മൾ അണിഞ്ഞൊരുങ്ങി ഓഡിറ്റോറിയത്തിൽ നടക്കുക, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കൂടെ നടക്കുക, അല്ലെങ്കിൽ വരണവരെ സ്വീകരിക്കുക, അതൊക്കെയാണ് പെണ്ണുങ്ങളുടെ ജോലി. പക്ഷേ ഇവിടെ ഏറ്റവും പ്രശസ്തമായ രീതിയിൽ ആ കല്യാണത്തിന്റെ ആ ഹാളിന്റെ അകത്ത് ആ അടുക്കളയിലത്തെ കലവറയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണമാണ് വീഞ്ഞു തീർന്നത്, വീഞ്ഞു കുറവായി, വീഞ്ഞു കഴിഞ്ഞു എന്ന് കണ്ടത് യേശുവിന്റെ അമ്മയായിരുന്നു. അപ്പൊ യേശുവിന്റെ അമ്മ അത് കാണണമെങ്കിൽ അത്രയും പ്രാഗൽഭ്യം അവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. നമ്മുടെ കല്യാണത്തിന് ഏതെങ്കിലും ഒരു ബിരിയാണി തീർന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തീർന്നു നമ്മൾ അറിയണ്ടോ? ഒന്നുകിൽ നമ്മുടെ കുടുംബക്കാര്, ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ആങ്ങളമാര്, അവരാരെങ്കിലും ആയിരിക്കും കുറവ് തീർന്നപ്പോ നമ്മുടെ അടുത്ത് വന്ന് പറയോ, അയ്യോ ഇന്ന സാധനം തീർന്നുട്ടെ, ഇനി പന്തിയിൽ ഇരിക്കാൻ ആൾക്കാരുണ്ട്, ഇത്രയും സാധനം തീർന്നു പോയി നമ്മുടെ അടുത്ത് ആരെങ്കിലും പറയോ? നമ്മുടെ അടുത്ത് പറഞ്ഞ നമ്മൾ എന്താ ചെയ്യാ? നമ്മുടെ അടുത്ത് സാധനം തീർന്നു, അയ്യോ ഇനി ഒരു 10-250 ആളും കൂടെ കഴിക്കാനുണ്ട്,
സാധനം ഇല്ലാട്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ രീതിയിലൊന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന്? അപ്പൊ അവിടെ തീർന്നത് വീഞ്ഞ് തീർന്നു എന്ന് ആ ആ ഉടമസ്ഥയോട്, അമ്മയോടെ പറഞ്ഞെങ്കിൽ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണോ? ഈ യഹൂദന്മാരുടെ ഇടയിലേ പിന്നെ ഒരു ഇതുണ്ട്, എത്ര ഈ പെൺകുട്ടികളെ ജനിക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഒരു വയസ്സാവുമ്പോ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കില്ലേ? അപ്പൊ അവര് ചെയ്യുക, ഒരു കൽഭരണി നിറച്ച് വീഞ്ഞുണ്ടാക്കി വെക്കും. അപ്പൊ ഒരു കുട്ടീന് 25 വയസ്സായിട്ടാ കല്യാണം കഴിക്കണതെങ്കിൽ ആ കുട്ടിയുടെ കല്യാണം ആകുമ്പോഴേക്ക് എത്ര ഭരണി വീഞ്ഞ് ഉണ്ട് ഇവിടെ? 25 ഭരണി വീഞ്ഞുണ്ട് അല്ലെ? അപ്പൊ അപ്പൻ ആ മകൾക്ക് വേണ്ടി അത് കരുതുന്നുണ്ട് എന്ന് അർത്ഥം. ഒരു കുട്ടി ജനിച്ചിട്ട് എത്ര വയസ്സായിട്ടാണോ കല്യാണം കഴിക്കുന്നത് അത്രയും വയസ്സ് വരെ വിളമ്പാനുള്ള വീഞ്ഞ്, അല്ല അത്രയും വയസ്സ് വരെ കൽഭരണിയിൽ വീഞ്ഞ് അവിടെ ഉണ്ടാക്കി വെച്ചു. വീഞ്ഞ് ഇരിക്കും തോറുമാണ് വീഞ്ഞിന്റെ വീര്യം കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് വീഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ? വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, വാങ്ങിക്കുക ചെയ്യാം. വീഞ്ഞ് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. വീര്യം കൂടിയ വീഞ്ഞ് അതുവരെ വിളമ്പിയിട്ട് പിന്നെ നമ്മൾ പോയിട്ട് ഈ മുന്തിരി വീഞ്ഞ വേറെ എന്തെങ്കിലും പന്തിയിൽ കൊടുത്തു കഴിഞ്ഞാല് അത് നല്ലതാവില്ല. ഒരു കല്യാണോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തന്നെ നമ്മളിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ നമ്മുടെ ആൾക്കാരനെ കൂടി ഇരുന്നെന്ത് പറയുന്നറിയോ? ഭയങ്കര തലക്കാനായിരുന്നു, നല്ലൊരടി കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ലേ നമ്മൾ പറയാ? നമ്മളൊക്കെ സാധാരണ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയണ കാര്യമാണ്, നമ്മൾ പറയണ കാര്യമാണ്. നല്ലൊരടി കിട്ടിയപ്പോൾ ഇത്തിരി ഒതുങ്ങിയെന്നാ തോന്നണേ. ഇപ്പൊ എന്താ ഇത്രയും ആൾക്കാർ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സാധനം ഇല്ല, അത് തീർന്നു. അപ്പൊ അവന്റെ തലക്കാനൊന്ന് കുറഞ്ഞു പോയി. അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് അവൻ എന്തെങ്കിലും ഒന്ന് കിട്ടുന്നു, വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, ഈ സന്ദർഭം വന്ന് നമ്മൾ അങ്ങനെ പറയും അല്ലെ? അപ്പൊ അതുപോലെ ഇവിടെ വീഞ്ഞു കുറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ യേശുവിന്റെ അമ്മ അതൊക്കെ നോക്കി കണ്ടു. എന്നിട്ട് അവരോട് എന്ത് പറയണമെന്നറിയോ? ഞാന് മോനോട് പറയാം, മോൻ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അത് അനുസരിക്കണം. അപ്പൊ യേശുവിന്റെ അമ്മയ്ക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ മോനോട് പറഞ്ഞാല് അത് സാധിക്കും, അതിന്റെ കുറവ് അവിടെ നികത്തും, അല്ലെങ്കിൽ ആ പോരായ്മ അവൻ പരിഹരിക്കുന്ന യേശുവിനറിയാം. നമ്മളെന്താ വിചാരിക്കും, ഇപ്പൊ യേശുവിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, യേശു ഇപ്പൊ എവിടെ പോയിട്ട് അതൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചിന്തിക്കുക. പക്ഷെ യേശുവിന്റെ അമ്മയ്ക്ക് ആ മകനില് അത്രയും വിശ്വാസമാണ്. എൻ്റെ മകനോട് പറഞ്ഞാൽ ആ കാര്യത്തിന്റെ പരിഹാരം അവിടെ കാണുന്ന അമ്മയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പുണ്ടോ നമ്മുടെ ദൈവത്തില്? നമ്മുടെ മകനിൽ ഇപ്പൊ പിന്നെ പാസ്റ്റർ കുറെ സമയം മകന്റെ കാര്യത്തെ പറ്റി പറഞ്ഞു. എത്ര മകനിൽ വിശ്വാസം ഉണ്ടെങ്കിലും അവിടെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ടെൻഷൻ അല്ലേ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അയ്യോ എന്തായി തീരാവോ, എൻ്റെ മോള് ഇവിടെ ജോലിക്ക് പോയാൽ ഈ വരുമ്പലാവ് വരയ്ക്കാ പോണ്ടോ. പക്ഷെ ഞാന് പോവാൻ തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, ദൈവമേ ആ വാഹനത്തിന് ചുറ്റിലും അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ഒരു തീമതിലായിട്ട് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണേ. അത് പ്രാർത്ഥിച്ചു കഴിയുമ്പോ പിന്നെ എന്നോട് ചോദിക്കേ, പിന്നെ വെറുതെ മനസ്സിലിങ്ങനെ തോന്നും, എന്നോട് ചോദിക്കും സാന്നിധ്യത്തിന്റെ തീമതിലുണ്ടല്ലോ പിന്നെ എന്തിനാ ഭാരപ്പെടണേ? അപ്പോഴും ആരെങ്കിലും പറയും അയ്യോ ഒന്ന് ഭയങ്കര ബ്ലോക്കാണ് അത്ര അവിടെ. അപ്പൊ ഞാൻ ചോദിക്കും, ദൈവമേ ബ്ലോക്കായി നിന്റെ മോളെ എങ്ങനെ അവിടെ എത്തിണ്ടാവും? നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുക. പക്ഷെ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ നമ്മുടെ കാര്യം ദൈവസന്നിധിയിൽ സമർപ്പിച്ച ദൈവത്തോട്, ദൈവമേ ഈ മോശ പറഞ്ഞ പോലെ അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന് പറയുന്നുണ്ട്. പൂർവ്വകാലം മുതലേ നമ്മളിത് കേട്ടോണ്ടിരിക്കുന്നതാ, നമ്മൾ ജനിച്ചപ്പോൾ മുതലേ ഇത് കേട്ടോണ്ടിരിക്കുന്നതാ. നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളത് ദൈവസന്നിധിയിൽ അറിയിക്കുക, ദൈവമേ എൻ്റെ മോള് പോകണോ, അങ്ങയുടെ സാന്നിധ്യം ഒരു തീമതിലായിട്ട് അവൾക്ക് ചുറ്റിലും അവളുടെ വാഹനത്തിന് ചുറ്റിലും ഉണ്ടായിരിക്കണേ നമ്മൾ പ്രാർത്ഥിച്ചു വിട്ടാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഒരു ഉറപ്പ്, ഇപ്പൊ ഞാൻ അത് ഉറപ്പ് നേടിയിട്ടോ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അഥവാ ഒരു അനർത്ഥം വന്നു നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം അറിയാതെ നമുക്കൊന്നും വരുന്നില്ല. ഇനിയിപ്പൊ അവിടെ വഴിയിൽ കുടുങ്ങി എനിക്ക് ഓടിപ്പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമ്മൾ ആരോ എന്നെ ആശ്രയിക്കും, ദൈവമേ അതിന് പരിഹാരം നീ കാണണേ. നമുക്ക് ദൈവത്തോട് മാത്രം പറയാനുള്ളൂ. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങി. അതുപോലെ നമ്മൾ ദൈവത്തിലേക്ക് അടുത്ത് ദൈവത്തിനോട് സമർപ്പിക്കണം. ദൈവമേ ഇവിടെ ഒരു പോരായ്മ വന്നു, ആ പോരായ്മനെ പരിഹരിക്കണമെങ്കിൽ ദൈവം തന്നെ വരണം. അപ്പൊ യേശു അവിടെ വന്നു, അവരോട് പറഞ്ഞു ആ പിന്നെ ഭരണിയൊക്കെ എടുത്തിട്ട് അതിൽ വെള്ളം നിറയ്ക്കും. ഇത് നമ്മൾ കേട്ട കഥയല്ലേ, വെള്ളം നിറയ്ക്കാൻ. പക്ഷെ അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, വക്കോളം നിറപ്പിൻ. വക്കോളം, ആ വേട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. വക്കോളം നിറയ്ക്കാൻ പറഞ്ഞത് എന്താ? കുറച്ച് അവിടെ സ്ഥലം ബാലൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? തുളുമ്പും അല്ലെ? നമ്മള് നിറച്ചാണെങ്കിൽ കവിഞ്ഞൊഴുകുള്ളൂ. മുക്കാ ഭാഗം ഉള്ളെങ്കിൽ തുളുമ്പി പോവുക ചെയ്യും, തുളുമ്പുമ്പോ കൂടുതൽ പോവും. അപ്പൊ നമ്മളോട് അവിടെ ദൈവം പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വക്കോളം നിറപ്പിൻ. അത് നമ്മുടെ വിശ്വാസത്തെ കണക്കിലെടുത്തോണ്ട് ഞാൻ മനസ്സിലാക്കണം. കാരണം നമുക്ക് പകുതി വിശ്വാസം ഉണ്ടാവും. നമ്മൾ ആ പാസ്റ്റർ പറഞ്ഞത് കുറച്ച് കേൾക്കും, ഈ പാസ്റ്റർ പറഞ്ഞത് കേൾക്കും, നമ്മൾ വായിക്കുന്നത് കുറച്ച് കേൾക്കും, യൂട്യൂബിൽ നിന്ന് നമുക്ക് കുറച്ച് കിട്ടും. ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും.
ഏത് തിരഞ്ഞെടുക്കണം നമുക്ക് അറിയില്ല. കാരണം ഒരു മെസ്സേജ് തന്നെ പലതരത്തിൽ, ഇപ്പൊ ഈ യോഹന്നാന്റെ കല്യാണം നടന്നെന്നുള്ളത് നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ല. എൻ്റെ ഈ പ്രായം വരെ ഞാൻ കേൾക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ കേട്ടത്. അപ്പൊ അതുപോലെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, ഇങ്ങനെ വേദിയിൽ അത് പറയാൻ പറ്റുമെന്നും എനിക്ക് അറിയില്ല. അപ്പൊ നമ്മളൊരു ചെറിയ കൂട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അതുപോലെ നമുക്ക് നിരക്കാത്ത എന്തെങ്കിലും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ദൈവം പറയണത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും വിശ്വസിക്കുക. പകുതി ദൈവത്തിൽ വിശ്വസിച്ച് പകുതി മാമോനെ സേവിക്കാതല്ല വേണ്ടേ, പൂർണ്ണമായി. എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്. അന്ത്യം വരെയും എന്നെ കൊണ്ടു നടക്കാൻ ശക്തിയുള്ള ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. മനുഷ്യനിൽ ഞാൻ ഇനി ആശ്രയിക്കുന്നേ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുള്ളൂ. എൻ്റെ ദൈവം. അപ്പൊ പൂർണ്ണമായിട്ടും ദൈവത്തിന് നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. പകുതിയല്ല, പൂർണ്ണമായി സമർപ്പിച്ചിട്ട് ദൈവസന്നിധിയിൽ നമ്മൾ വീണ് കിടന്ന് ദൈവത്തോട് സംസാരിക്കണം. ദൈവമേ, എൻ്റെ കാര്യം ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ്, എൻ്റെ ആവശ്യങ്ങൾ ഇന്നതാണ്, എന്നെ സഹായിപ്പാൻ മറ്റാരുമില്ല എന്ന് ദൈവസന്നിധി പൂർണ്ണമായിട്ട് നമ്മൾ സമർപ്പിക്കണം. അതിനാണ് അവിടെ വക്കോളം എന്നുള്ള വാക്ക്. കുറച്ചല്ല, വക്കോളം. ഇനി അവിടെ വേറെ ആരും അതിൽ കൊണ്ടൊന്നും ഒന്നും നിറയ്ക്കരുത്. അതുപോലെ തന്നെ ഞാൻ കേട്ടൊരു വിഷയമാണ്, ഏറ്റവും വലിയ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടത്തൽ. ഇപ്പൊ ഒരു ഉദാഹരണം പറയട്ടെ. ഈ പാറയമ്പാടത്ത് കഴിഞ്ഞ മാസം ഒരു വീടിന്റെ ഹൗസ് വാമിങ് ഉണ്ടായിന്ന് പറയണം. എത്രയോ കോടി, 60 കോടിയോ 16 കോടിയോ എത്രയോ പറയണ കേട്ടു. അത്രയും കോടിയുടെ ഒരു വീട്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വിചാരിക്കണം. 1 കോടിയുടെ വീടിന്റെ ഹൗസ് വാമിങ് ഉണ്ടായി. ഒരു ദിവസം എറണാകുളത്തുള്ള കൂട്ടുകാർക്ക് വേണ്ടി മാത്രം അവിടുത്തെ സൽക്കാരം. 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഉണ്ടായത് ബന്ധുജനങ്ങൾക്ക് മാത്രം. പിന്നത്തെ മൂന്നാമത്തത് ആ പള്ളിയിലുള്ളവർക്ക്, അയൽവാസികൾക്ക്, ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് കൂടിയിട്ടൊരു വിരുന്ന് സൽക്കാരം നടത്തി. ഇങ്ങനെയൊക്കെ വിരുന്ന് സൽക്കാരം നടത്തുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാവും, എന്തിനാണ് ഇങ്ങനെ നടത്തുന്നത്? നമ്മൾ ചിന്തിക്കില്ലേ, എത്രയോ ജനങ്ങള് വീടില്ലാതെ, മക്കളുടെ കല്യാണം കഴിയാൻ നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ ഇപ്പൊ ട്രാക്റ്റുകൾ നമ്മൾ വിതരണം ചെയ്യണം. നമ്മൾ പിന്നെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒക്കെ പോയിട്ട് നമ്മൾ വചനം പറയാൻ പോണു, അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുക്കാൻ പോണു. അവിടുത്തെ ദൈവദാസന്മാർക്ക് എന്തെങ്കിലും സഹായം നമ്മളാലാവുന്നത് ചെയ്യുമെന്ന് പറയണം. നമുക്ക് ദൈവികപരമായ കാര്യങ്ങൾക്ക് എന്തുമാത്രം നമുക്ക് പണം ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഒരു വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ വേലയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാനാണ്, നമ്മളൊരു വീട്ടിൽ പോയി എന്ന് ചോദിച്ചാൽ അവർ എത്ര രൂപ തരും നമുക്ക്? ഒരു 100 രൂപ എടുത്തു തരുന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇത് എപ്പോഴും ഇങ്ങനെ ഓരോരുത്തർക്ക് പറഞ്ഞിട്ട് വരുന്നവർ തന്നെ, ആരും ഒന്നും ഉണ്ടാവില്ല. എന്നാലും പറയും, എപ്പോഴും ഇത് ചോദിച്ചിട്ട് വരുന്നവർ തന്നെയാണ്. എന്നാ 100 രൂപ, ഞങ്ങൾക്ക് റെസീറ്റ് ഒന്നും വേണ്ട, ഒരു 100 രൂപ എന്നാ എന്നിട്ട് കൊടുക്കൂല്ലേ, ഒരു പിച്ചക്കാശ് കൊടുക്കണ പോലെ. പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ ധാരാളം ചെലവാക്കും. ദൈവികമായ കാര്യങ്ങൾക്ക് നമുക്ക് ചെലവാക്കാനില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ, ദശാംശം നമ്മൾ എങ്ങനെ കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന പൈസയുടെ ഒരു 10% ദശാംശമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് മുഴുവൻ കൊടുക്കുവോ? നമ്മൾ കൊടുക്കില്ല. നമ്മൾ കുറച്ചൊന്ന് കൊടുക്കും. ഞങ്ങൾക്കൊക്കെ പിന്നെ സഭയിൽ കൊടുക്കണമെന്ന് ദശാംശം കൊടുത്തില്ലെങ്കിൽ ഒരു പേടിയെ മനസ്സിലായോ, ദശാംശം കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. പാസ്റ്റർ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടല്ല, എന്നാലും നമുക്കൊരു തോന്നലുണ്ട്. പക്ഷെ നമ്മളാൽ കഴിയുന്ന സഹായം ദൈവവേലയ്ക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഒരു 100 200 വല്ലയിടത്തും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ 7 ഇരട്ടി ദൈവം നമുക്ക് തരും. നമ്മളത് ചിന്തിക്കണില്ല. നമ്മളിപ്പോ ഈ 10,000 രൂപ കിട്ടിയെന്ന് 1000 രൂപ അവിടേക്ക് കൊടുത്തു, പിന്നെ 9,000 രൂപ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്നിട്ട് പട്ടിണി കിടക്കാതെ വന്നുണ്ടോ? പട്ടിണി കിടക്കാൻ ദൈവം നമ്മളെ ഇടവരുത്തോ? ഇല്ല. നമ്മൾ ദൈവനാമത്തിനായിട്ട് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അതിന്റെ ഇരട്ടിയായിട്ട് നമുക്ക് തരും. അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞത് വക്കോളം നിറയ്ക്കണം. വക്കോളം നിറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പൂർണ്ണമായ വിശ്വാസം നമുക്ക് ദൈവത്തിൽ ഉണ്ടാവണം. അപ്പൊ ഇവരുടെ കല്യാണം വീഞ്ഞു തീർന്നു, ഇപ്പൊ അലങ്കോലപ്പെടും, ഇപ്പൊ നാണം കെടുന്നൊക്കെ വിചാരിച്ചിരുന്ന ആ കാനാവിലെ കല്യാണത്തിന്റെ അവസാനം എന്താണ്ടായി? സന്തോഷമായി മാറിയില്ലേ? ജനങ്ങൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി, ഇതുവരെ കൊടുത്ത വീഞ്ഞല്ലല്ലോ ഇപ്പൊ കൊടുക്കണേ, ഇപ്പൊ പുതിയ വീഞ്ഞ് ഇപ്പോഴാണല്ലോ നല്ല വീഞ്ഞ്, മേത്രമായ വീഞ്ഞ് ഇപ്പോഴാ കൊടുക്കണേ, ഇത്രയും നേരം കൊടുത്ത വീഞ്ഞ് പോലെയല്ല ഇപ്പൊ കൊടുത്ത വീഞ്ഞ് നല്ലത് എന്ന് പറയാൻ ഇടവന്നു. എന്തുകൊണ്ടാ ഇടവന്നേ? യേശുവിനെ അവിടെ ക്ഷണിച്ചിരുന്നു. യേശുവിന്റെ വാക്ക് കേൾക്കാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് അവരുടെ ആ വീഞ്ഞ് സൽക്കാരം, അല്ലെങ്കിൽ ആ വിവാഹ ശുശ്രൂഷ, ആ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരാൻ ദൈവം സഹായിച്ചു. ഇതുപോലെ ഇനി ഒരു കാര്യം കൂടെ പറയാം. സമയം കഴിഞ്ഞോ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. അപ്പൊ ഇതില് ഒരു കാര്യം പറയണേ, അർഹിക്കപ്പെടാത്ത സമയത്ത് ചിലപ്പോൾ നമുക്ക് വല്ല വിരുന്ന് സൽക്കാരത്തിന് പോകേണ്ടി വരും. അർഹിക്കാത്ത സമയത്ത് ഒരു വിരുന്ന് നമ്മൾ നടത്തേണ്ടി വരും. അങ്ങനത്തെ വല്ല കഥ നിങ്ങൾക്ക് ബൈബിളിൽ ഓർമ്മയുണ്ടോ? ഒട്ടും അർഹിക്കാത്ത സമയത്ത് ഒരു വിരുന്ന് സൽക്കാരം നമ്മുടെ ബൈബിളിൽ നടന്നിട്ടുണ്ട്, പുതിയ നിയമത്തില്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും?
അത് വിളിച്ചല്ലോ. വിളിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥം വിരുന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അർത്ഥം. മുടിയനായ പുത്രൻ എന്ന് ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ കഥ അത് തന്നെയാണ്. സംഭവം അതാണ്. അതായത് മകൻ നഷ്ടപ്പെട്ടപ്പോ ആ അപ്പന്റെ സങ്കടം എന്തായിരുന്നു? അപ്പന്റെ കാര്യമാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലെ. ഒരു മകൻ നഷ്ടപ്പെട്ടപ്പോ അവൻ ചോദിച്ചത് മുഴുവൻ അവന് കൊടുത്തു അല്ലെ. അപ്പന് പറയായിരുന്നു, ഇടാ നീ കുറച്ച് കൊണ്ടുപോ, പിന്നെ നീ വരുമ്പോ ഇനി അടുത്ത് നിനക്ക് തരാം. ഇത് രണ്ട് മക്കൾ, ഒരു ചേട്ടനും അനിയനും മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് തന്നെയാ. ഇപ്പൊ നമ്മുടെ അപ്പന്മാരും അമ്മമാരും അങ്ങനെയല്ലേ പറയാ, ഇപ്പൊ ഒരു 10 സെന്റ് എടുത്ത് നീ ഒരു വീട് വെച്ചോ, പിന്നെ നിനക്ക് മക്കളുടെ ആവശ്യം ഉണ്ടാവും, ബാക്കി തരാം എന്നുള്ള രീതിയിൽ. അതുപോലെ അല്ല ഈ അപ്പം പറഞ്ഞേ. ആ മകൻ ചോദിച്ചത് മുഴുവൻ സ്വത്തും 2 ഭാഗമാക്കി. ഒരു ഭാഗം അവന് കൊടുത്തു, ഒരു ഭാഗം ചേട്ടന് വെച്ചു. ഇവൻ എന്ത് ചെയ്തു? ഇത് പോയിട്ട്, ഞാൻ ആ കഥ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതിന്റെ അവസാനത്തിൽ എന്ത് വരുന്നു? ഇവൻ പോയപ്പോ മുതലേ ഈ അപ്പൻ ഇതെല്ലാം കൊടുത്തിട്ടാണ് ഇവനെ അയച്ചതെങ്കിലും ഈ അപ്പൻ അന്ന് മുതലേ കണ്ണുനീരോടെ പ്രാർത്ഥനയാണ് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടാനായിട്ട്. നമുക്ക് നമ്മുടേതെന്ന് കരുതിയിട്ട് ദൈവം നമുക്ക് തന്ന മുതലേ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് കിട്ടുന്നവരെ പ്രാർത്ഥിക്കാം. നമ്മളോട് ബൈബിളിൽ എന്താ പറയണേ? മടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യാം, മടുത്തു പോകാതെ. നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരാണോ? നമ്മൾ ഒരു കാര്യം കുറച്ചു നാൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവത്തോട് പരാതി പറയണ്ടേ അല്ലേ? നമുക്ക് പരാതി പറയാനുള്ള ഒരു പരാതി പെട്ടിയാണ് ദൈവസന്നിധി. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും പരാതി മാത്രമേ എൻ്റെ ദൈവത്തിനോട് എനിക്ക് പറയാനുള്ളൂ. എപ്പോഴും ദൈവം എത്ര നാളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഇതുവരെ നീ അത് കേട്ടില്ലല്ലോ. അത് പറയുമ്പോഴേക്കും കണ്ണുനീര് ഒഴുകാൻ തുടങ്ങും. ദൈവസേനയിൽ മാത്രം മനുഷ്യരുടെ മുമ്പിൽ പോയി കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ദൈവസേനയിൽ കരയുക, ദൈവസേനയിൽ എണ്ണിപ്പറക്കുക, ദൈവത്തിനോട് യാചിക്കുക എന്നല്ലാണ്ട് മനുഷ്യരുടെ മുൻപാകെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ദൈവസേനയിൽ മുട്ടുകുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കരച്ചിൽ വരും. അപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇത്ര വലിയ തുരുത്തിയാണോ ദൈവമേ നീ എൻ്റെ മുൻപിൽ വെച്ചിരിക്കണേ? കാരണം എന്താ? എല്ലാ വാചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ കണ്ണുനീര് തുരുത്തി നിറയുമ്പോ അത് അളന്നെടുത്തിട്ട് നമുക്ക് പ്രതിഫലം തരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കും, ദൈവമേ ഇത്ര വലിയ തുരുത്തി, എൻ്റെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത്ര വലിയ തുരുത്തി ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചേക്കണേ. എത്ര നാളായി ഞാൻ കരയാൻ തോന്നിട്ട്, ഇതുവരെ ഈ കണ്ണുനീരിന് ഒന്നും എനിക്കൊരു കാര്യം കിട്ടിയില്ലല്ലോ, എൻ്റെ പ്രതിഫലം ഇതുവരെ കിട്ടിയില്ല. എത്ര നാളെ ഇപ്പോഴും കരഞ്ഞിട്ട് തീരാത്ത ഭാരവും വിഷമവും ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ഞാൻ സ്വയം ബലപ്പെട്ടു. ഞാൻ വിചാരിച്ചു ദൈവം ഇതൊക്കെ കാണുന്നുണ്ട്, ഇത് ദൈവം അറിയാതെ എല്ലാവരും. എന്നെ കാണുന്ന ദൈവം പിന്നെ എൻ്റെ വിഷയങ്ങൾ അറിയാതിരിക്കുമോ? എൻ്റെ വിഷയങ്ങൾ അറിയുന്നുണ്ടാവും. എന്നെ നന്നായിട്ട് കാണാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും സാധ്യമല്ല. എൻ്റെ ഉള്ളത്തറിയാം. ഒരുപക്ഷെ പലരും പറയുന്നുണ്ടോ, അവൾ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾക്ക് തക്കതായ കൂലി കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ടായിരിക്കും. പക്ഷെ ദൈവം ഒന്ന് നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ടാവും. ദൈവം നമ്മളെ കാണുന്നുണ്ടായിരിക്കും. അത് എപ്പം നമുക്ക് തരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. നമുക്ക് എപ്പോ പ്രതിഫലം തരണമെന്ന് ചിന്തിക്കുന്നത് ദൈവമാണ്. അപ്പൊ ഇവിടെ ഈ അപ്പൻ മകൻ പോയത് മുതലേ അപ്പൻ കണ്ണുനീരോടെ പ്രാർത്ഥനയാണ്. അപ്പന്റെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ മകൻ തിരിച്ചു വരും, അവൻ നന്നായിട്ട് തിരിച്ചു വരുന്നൊക്കെ അപ്പന്റെ മനസ്സിലൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൻ രാവും പകലും ഇടവിടാതെ ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈ നഷ്ടപ്പെട്ടതിന് കിട്ടുമ്പോൾ വചനത്തിൽ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, നഷ്ടപ്പെട്ടതിന് കിട്ടുമ്പോഴുള്ള സന്തോഷത്തെ പറ്റിയിട്ട് വചനത്തിൽ പല സ്ഥലത്തും പറയുന്നുണ്ട്. മാനസാന്തരപ്പെട്ട് തിരികെ ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ് എവിടെ സന്തോഷിക്കുന്നത്? സ്വർഗം സന്തോഷിക്കുന്നത് അല്ലെ. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ എന്തെല്ലാം കൈയടിച്ചോ പാട്ട് പാടിയിട്ടോ അതൊന്നും അല്ല സ്വർഗത്തിൽ സന്തോഷം. ഒരു പാപി മാനസാന്തരപ്പെട്ട് വന്നാൽ സ്വർഗത്തിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പാപിയായിട്ട് ജീവിക്കാനാണ് ഈ മകൻ പോയത്, അല്ലാതെ മകൻ അധ്വാനിച്ച് ജീവിക്കാനാണോ പോയേ? ഈ കയ്യിലെ സംഭവങ്ങൾ മുഴുവൻ തീർന്നു കഴിയുന്നവരെ ആർമാദിച്ച്, അന്നത്തെ കാലത്ത് MDMA ഉണ്ടായിരുന്നു ദൈവത്തിന് മാത്രമേ അറിയൂ, അല്ലാണ്ട് ഇത്രയും പെട്ടെന്ന് ഈ കാണാവുന്ന സ്വത്ത് മുതലൊന്നും ഇവന്റെ തീരില്ല. അത്രയും സന്തുഷ്ടം പോലെ കൂട്ടുകാരും സിനിമയ്ക്ക് പോകലും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ അവന്റെ നാളുകൾ കഴിഞ്ഞു. കയ്യിലെ കാലിയാവാൻ തുടങ്ങിയപ്പോ എന്തായി? ചിന്തിക്കാൻ തുടങ്ങി. അവൻ ചിന്തിച്ചു, ദൈവമേ ഞാൻ എത്ര കഷ്ടപ്പെടുന്നൂടെ കിടന്നിട്ട്. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ആൾക്കാർ തിന്ന് ശേഷിപ്പിച്ച് കളയണു. എൻ്റെ അപ്പൻ എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കണു. ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെടണില്ലേ ദൈവമേ, ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ഒരു ദൈവിക ബോധം അവന്റെ മനസ്സിൽ വരുമ്പോൾ അവൻ ചിന്തിക്കും. പക്ഷെ അപ്പൊ തന്നെ സാത്താനും ഉണ്ടാവും അവന്റെ കൂടെ അല്ലെ. ഇതെല്ലാം നശിപ്പിച്ച് കളയാൻ അവന്റെ കൂടെ കൂടിയത് ആരായിരുന്നു? സാത്താനും ശോധനകളും സാത്താന്റെ കൂട്ടുകെട്ടായിരുന്നു. അപ്പൊ തന്നെ അവര് പറയും, പിന്നെ നിനക്ക് നാണല്ലേ അങ്ങോട്ട് പോകാനായിട്ടെങ്കിൽ അവിടത്തെ ഒക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്ന് എല്ലാം നശിപ്പിച്ച് നാണം കെട്ടിട്ട് അങ്ങോട്ട് പോവുക. എങ്ങോട്ട് പോകരുതെന്ന് ഈ സാത്താൻ പറയണത്? ദൈവസന്നിധിയിലേക്ക് പോകരുതെന്ന്, ദൈവത്തോട് യാചിക്കരുതെന്ന്. നീ ഇത്രയും മോശമായിട്ട് നടന്നതുകൊണ്ട് നീ ദൈവത്തോട് യാചിച്ചിട്ടൊരു കാര്യമില്ല, ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കില്ല എന്ന് സാത്താൻ അവിടെ ഇരുന്ന് പറയാ. പക്ഷെ ഈ മകൻ അപ്പോഴും ചിന്തിക്കുക, ഒന്ന് ഞാൻ തിരിച്ചു പോയെങ്കിൽ എന്ന്. ഈ അപ്പൻ ഇവിടെ ഇരുന്നിട്ട് മകന് വേണ്ടി നിലവിളിക്കുക. ഈ 2 നിലവിളിയും ദൈവസന്നിധി ചെല്ലുക.
മകന് വേണ്ടി അപ്പന്റെ നിലവിളി, ഞാൻ തിരിച്ചു പോയാലോ എന്നുള്ള മകന്റെ നിലവിളി ദൈവസേനയിൽ വരുമ്പോ ഒരു സുപ്രഭാതത്തിൽ ഈ മകൻ അപ്പന്റെ അടുത്തേക്ക് വരിക. അപ്പൊ എന്തുണ്ടായത്? അതുവരെ എന്റെ മോൻ ഈ സ്വത്തെല്ലാം കൊണ്ട് നശിപ്പിച്ചെന്നോ മറ്റു കാര്യങ്ങളൊന്നും അപ്പൻ ചിന്തിച്ചില്ല. അപ്പൻ എന്ത് ചെയ്തേ? ദൂരത്തുനിന്നേ കണ്ടു. ഈ അപ്പൻ എന്നും നോക്കണത് എന്താ അറിയോ? ഇന്നെങ്കിലും അവനൊന്ന് വന്നെങ്കിൽ എന്നാ ഈ അപ്പന്റെ ചിന്ത. ഇവന്റെ ചിന്ത അതാ, അയ്യോ ഇന്നെങ്കിലും എന്റെ അപ്പന്റെ അടുത്തേക്ക് ഒന്ന് പോയെങ്കിലും ഇവനും ചിന്തിക്കണേ. ഈ രണ്ടുപേരുടെയും ചിന്ത ഒരുപോലെ ആയതുകൊണ്ട് ദൈവം ഇവരുടെ രണ്ടുപേരുടെയും പ്രാർത്ഥന കേട്ട് അവരുടെ ഉള്ളത്തെ ദൈവം അറിഞ്ഞു. നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എന്ത് നിരൂപിക്കുന്നു ആ നിരൂപണങ്ങളൊക്കെ ദൈവം അറിയണം. നമുക്ക് തോന്നും ഞാനിപ്പോ ഇവരെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളൊന്നും ദൈവം അറിയില്ല എന്ന് നമുക്ക് തോന്നുന്നില്ലേ? വെറുതെ. നമ്മൾ എന്ത് നിരൂപിച്ചാൽ എന്റെ നിരൂപണം ദൂരത്തു നിന്ന് അവനറിയുന്നു, അല്ലെ? അങ്ങനെ നമ്മൾ വചനത്തിൽ വായിക്കണം. അപ്പൊ ദൂരത്തുനിന്ന് അറിയുന്ന ദൈവം നമ്മോട് കൂടെയുള്ളതുകൊണ്ട് ദൈവം ഇവരുടെ രണ്ടുപേരുടെയും മനസ്സിന്റെ നിരൂപണങ്ങൾ അറിഞ്ഞു. ഇവർ രണ്ടുപേരെ അകലെന്ന് കണ്ടു. ഓടിച്ചെന്ന് മകനും അപ്പനും തമ്മിൽ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അപ്പൻ എന്താ പറയണേ? നമ്മൾ എന്ത് പറയും? ഇപ്പൊ എന്തേ വരാൻ തോന്നിയത്? ഇത്ര നാള് എവിടെയായിരുന്നു? ഇപ്പൊ എന്തിനാ വന്നേന്ന് നമ്മൾ ചോദിക്കല്ലേ? നമ്മൾ ചോദിക്കില്ലേ? ചോദിക്കോ? മാനുഷികമായ രീതിയിൽ നമ്മൾ ചോദിക്കും, നീ ഇത്ര നാളെ എവിടെയായിരുന്നു? ഇപ്പൊ എന്തെങ്കിലും വരാൻ തോന്നിയെന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ ഇവിടെ അപ്പൻ എന്താ ചോദിച്ചത്? അപ്പന് സന്തോഷം കൊണ്ട് മോനെ കെട്ടിപ്പിടിച്ചിട്ട് ഭൃത്യന്മാരുടെ എന്താ വിളിച്ചു പറഞ്ഞ്? ഇന്ന് നമ്മൾ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇഷ്ടം പോലെ ഏറ്റവും തടിപ്പിച്ച മൃഗങ്ങളെ അറക്ക്, എന്റെ മോന് നല്ല മേത്രമായ ഡ്രസ്സ് കൊണ്ടുപോയോ, കാലിനണിയിക്കാൻ ചെരുപ്പ് കൊണ്ടുപോയോ, കയ്യിലണിയ മോതിരം കൊണ്ടുപോയോ. ഇതാണ് ഞാൻ ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കണേ. നമ്മൾ മാനസാന്തരപ്പെട്ട ദൈവസന്നിധിയിലേക്ക് വരുമ്പോഴേ ഇതേ അനുഭവം നമുക്ക് ദൈവസന്നിധിയിൽ ഉണ്ടാവണേ. നമ്മൾ ഈ ലോകത്തിന്റെ മോഹങ്ങളെയൊക്കെ പെട്ട് നമ്മൾ പോവും, ഉഴന്നു നടക്കും. പക്ഷേ അതെല്ലാം വിട്ട് കളഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോണ്ടല്ലോ ഇതേ അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് പറയണത്, ഒരു പാപി മാനസാന്തരപ്പെട്ട് വരുമ്പോ സ്വർഗം സന്തോഷിക്കുന്നു. ഈ അപ്പനുണ്ടായ അവര് വിചാരിച്ചതായിരുന്നോ അങ്ങനെ ഒരു വിരുന്ന് അവിടെ? ഇല്ല. പക്ഷെ വിരുന്ന് ഇതുവരെ നടന്ന വിരുന്നിനേക്കാളും വലിയ വിരുന്നായിരുന്നു. കാരണം അത് പറയുന്നുണ്ട്, മൂത്ത മോൻ പറയുന്നുണ്ട് അവിടെ. മൂത്ത മോൻ വയലിൽ നിന്ന് വരിക. മൂത്ത മോൻ എന്താ ചെയ്യണേ? അപ്പന്റെ കൂടെ നടന്ന് പശുവിനെ നോക്കി എരുമേനെ നോക്കി വയലിൽ കൃഷി ചെയ്തിട്ട് മൂത്ത മോൻ ജീവിക്കണേ. അപ്പൊ ഈ മോൻ ഇവിടെ അകലെന്ന് വരുമ്പോ ഇവിടെ ഈ ഉത്സവവും ഡാൻസും പാട്ടും കളികളും തിക്കും തിരക്കൊക്കെ കാണുമ്പോൾ മോൻ വിചാരിച്ചു എന്ത് പറ്റി? രാവിലെ പോണവരെ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് ഇപ്പൊ എന്ത് പറ്റി എന്നുള്ള ദേഷ്യത്തോടെ അവൻ വരണേ. പക്ഷെ ദൈവസന്നിധിയിലെ നമ്മൾ ദൈവസന്നിധിക്ക് അടുക്കുമ്പോൾ നമ്മളോട് കോപിക്കാനും ദേഷ്യപ്പെടാനും ഒക്കെ സാത്താനി ശോധനകൾ ഉണ്ടായിരിക്കും. പക്ഷെ ദൈവം നമ്മളിൽ സ്വർഗം നമ്മളിൽ സന്തോഷിക്കും. അപ്പൊ വിചാരിക്കാത്തൊരു വിരുന്ന്. അപ്പൊ എത്ര തരത്തിലുള്ള വിരുന്ന് കണ്ടു? ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത വിരുന്ന് സൽക്കാരങ്ങൾ, ദൈവം അറിയാത്ത വിരുന്ന് സൽക്കാരങ്ങൾ. ഒന്നാമത്തെ വിരുന്ന് സൽക്കാരത്തിൽ എന്ത് നടന്നു? ഒരു അഭിഷിക്തന്റെ തല പോയി. രണ്ടാമത്തെ വിരുന്ന് സൽക്കാരത്തിലെ രാജാവ് തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു. മൂന്നാമത്തെ വിരുന്ന് സൽക്കാരം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നും കൂടെ വ്യക്തമാവാൻ ഞാൻ ഇത്രയും പറഞ്ഞത്. മൂന്നാമത്തെ വിരുന്ന് സൽക്കാരത്തിലെ നമ്മുടെ ഭാഷയിൽ പറയുന്ന ഡൈവോഴ്സ് നടന്നു, അല്ലെ? പിന്നെ പുതിയ നിയമത്തിലേക്ക് വന്ന വിരുന്ന് സൽക്കാരത്തിന് കല്യാണത്തിന് തുടക്കത്തിനേക്കാൾ കൂടുതൽ സന്തോഷം വന്നു. പിന്നെ വിചാരിക്കാത്ത സമയത്ത് വലിയൊരു വിരുന്ന് സൽക്കാരം നടന്നു. അപ്പൊ ഈ അവസാനം നടന്ന ഇനിയും നമുക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ വിരുന്ന് സൽക്കാരം എന്തായി തീർന്നു? ദൈവത്തിന് പ്രസാദകരമായിട്ട് തീർന്നു. ദൈവത്തെ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനം, ലോകപ്രകാരമുള്ള സന്തോഷമൊക്കെ നൊടി നേരത്തേക്കേ ഉള്ളൂ. ദൈവിക സന്തോഷം നമുക്ക് കിട്ടുകയാണെങ്കിൽ മരണം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സഹായം, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സ്നേഹം, ഈ ദൈവിക സന്തോഷം നമ്മുടെ കൂടെ എന്നും ഉണ്ടാവും. ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ. അത് നമ്മൾ പാട്ടിലെ പാടുന്നില്ലേ? ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നു എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. അവിടെ എന്തിനാ ദൈവത്തിന് സ്തോത്രം പറയണത്? നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് മേശ ഒരുക്കുക. ആരെ ഒരുക്കണം നമുക്ക് മേശ? ദൈവം. അപ്പൊ നമ്മൾ ദൈവിക ചിന്ത, ഞാൻ വലിയ പാരമ്പര്യത്തിൽ പെട്ടതാണെന്നോ പെന്തക്കോസ്തുകാരത്തിയാണെന്നോ അല്ലെങ്കിൽ AG-കാരത്തിയാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ദൈവത്തെ അറിയുമ്പോൾ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ ജീവിക്കണം. മറ്റുള്ള കൂട്ടു സഹോദരങ്ങളെ നമ്മൾ അതുപോലെ കാണണം. അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ സഹായിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളാൽ കഴിയുന്ന, ദൈവം നമുക്ക് എന്ത് താലന്താണോ തന്നിട്ടുള്ളത് ആ താലന്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവായിരിക്കും ഉണ്ടാവുക. നമ്മളൊരാളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നമ്മൾ പറയാം ഞാൻ പ്രാർത്ഥിക്കാട്ടാന്ന് പറയും. പ്രാർത്ഥിക്കോ നമ്മള്?
ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കും അല്ലേ, അല്ലെങ്കിൽ 2 പ്രാവശ്യം പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴെങ്കിലും അയ്യോ നിങ്ങൾ ആ വിഷയത്തെ കുറിച്ച് പ്രാർത്ഥിച്ചോ? അല്ലെങ്കിൽ രോഗിയായ ആള് സൗഖ്യം വന്നിട്ട് പറയും എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയുമ്പോൾ ദൈവമേ അന്ന് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച എന്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയണേ. അന്ന് ഒരു പ്രാവശ്യം പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും കൂടിയില്ല, പക്ഷെ ആൾക്ക് സൗഖ്യം കിട്ടിയില്ലേ. എന്താണ് അനേകം തുള്ളികള് പെരുവെള്ളമായിട്ട് തീരണ പോലെ അനേകരും പ്രാർത്ഥിച്ചപ്പോ ആൾക്ക് വിടുതൽ കിട്ടി, ആള് ദൈവസന്നിധിയിലേക്ക് വന്നു. നമ്മളും പ്രാർത്ഥിക്കുക. നമുക്ക് എന്ത് താലന്താണ് നമ്മുടെ കയ്യിലുള്ളത് ആ താലന്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മൾ വചനം വായിക്കാനുള്ള ഇപ്പൊ പാസ്റ്റർമാര് പറയുമ്പോഴേക്കും പെട്ടെന്ന് എടുത്ത് വായിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ദൈവം തന്ന താലന്ത്. അല്ലാണ്ട് പ്രസംഗിക്കാൻ കഴിവില്ലാത്ത ഞാന് പ്രസംഗിച്ച് തകർക്കുന്നു പറഞ്ഞിട്ട് കയറി നിൽക്കാൻ പാടില്ല. നമുക്ക് എന്ത് താലന്താണോ ദൈവം തന്നിരിക്കുന്നത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അതിനെ വളർത്തുക, അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുക. അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഇന്ന് വചനം പറഞ്ഞു. ഈ വചനം പറയാൻ എന്നെ വിളിച്ച ദേവദാസിനോടും ഈ ഗ്രൂപ്പ് നമ്മുടെ ഈ PPC മിഷന്റെ എല്ലാ ഭാരവാഹികളോടും ഞാൻ എൻ്റെ നന്ദി പറയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റുകളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ്. സിസ്റ്റർ പറഞ്ഞത് ശരിയായിട്ടില്ലെന്ന് എന്നോട് പറയാവുന്നതാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുന്നിരുന്നു.